ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ചന്ദ്രബോസ് കൂടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട് വിഷ്ണുവിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റാനെന്ന്. ആ സമയത്ത് രാഘവൻ നായർ വിഷ്ണുവിനെ കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ശാലിനി വരികയാണ്. ശാലിനി വന്ന ഉടനെ ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട്, ഗംഭീര പ്രകടനമാണല്ലോ താൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, തെളിവോട് കൂടിയാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, തന്റെ ശത്രുതയല്ലേ താൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്, കുറച്ചെങ്കിലും നന്മ എപ്പോഴെങ്കിലും കാണിക്കണമെന്നൊക്കെ പറയുന്നു. ശാലിനിയും ചന്ദ്രബോസും തമ്മിൽ തർക്കമാകുന്നുണ്ട്. ശാലിനി അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തോളാനെന്ന്, ഞാൻ എന്റെ വഴിക്ക് നീങ്ങിക്കോളാമെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് ശാലിനിയോട് പറയുന്നുണ്ട്, വിഷ്ണുവിനെ ഇറക്കാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ പഴുതുകളും അടച്ചായിരിക്കും ഞാൻ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതെന്നൊക്കെ. ചന്ദ്രബോസ് പോലീസുകാരോട് വിഷ്ണുവിനെ കൂട്ടിട്ട് പോകാനെന്ന് പറയുന്നു. വിഷ്ണുവിനെ ജീപ്പിൽ കൂട്ടിട്ട് പോവുകയാണ്. ചന്ദ്രബോസ് ശാലിനിയോട് പറയുന്നുണ്ട്, മേഡത്തിന്റെ ഭർത്താവ് ഞങ്ങളുടെ കൂടെ ഇന്ന് കിടന്നുറങ്ങട്ടെ എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടനെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു തെളിവുണ്ടായിരിക്കുമെന്നൊക്കെ. അതെനിക്ക് വേണ്ടി ഈശ്വരന്മാർ കൊണ്ടുതരുമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, കാണാമെന്നൊക്കെ. ചന്ദ്രബോസിനോട് ശാലിനി പറയുന്നുണ്ട്, നമുക്ക് കാണാമെന്ന്. ചന്ദ്രബോസും പോലീസുകാരുമെല്ലാം അവിടെ നിന്ന് പോയതിനു ശേഷം രാഘവൻ നായർ പെട്ടെന്ന് പറയാണ്, ആ സ്വർണം എവിടെയുണ്ടെന്ന് എനിക്കറിയാം, എനിക്കിപ്പോൾ ഓർമ്മ വന്നെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. റൂമിനുള്ളിലെ അലമാരയിൽ നിന്നും ബാഗ് എടുത്തിട്ട് സ്വർണം എടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടേക്ക് ശാലിനിയും സത്യാമ്മയും ചെല്ലുന്നുണ്ട്. സത്യാമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ സ്വർണം എവിടെ നിന്നാണ്, രാഘവേട്ടൻ എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നു. വിഷ്ണുവിന്റെ അച്ഛൻ നടന്ന കാര്യം പറയുന്നുണ്ട്. വിഷ്ണുവിനെ ടൂറിന് പോകാൻ കൂട്ടിയിട്ട് വിഷ്ണുവിന്റെ കൂട്ടുകാരൻ പോകുന്നുണ്ട്. ആ സമയത്ത് അച്ഛനോട് പറയുന്നുണ്ട്, ചാവിയാണെങ്കിൽ ഓട്ടോയിലുണ്ട്, അത് എടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. വിഷ്ണുവിന്റെ അച്ഛൻ ഓട്ടോയിൽ കയറിയിട്ട് ചാവി എടുക്കുകയാണ്. ആ സമയത്ത് ബാഗ് കാണുന്നുണ്ട്. ബാഗ് തുറന്ന് നോക്കുമ്പോൾ ആഭരണവും കാണുന്നു. ആഭരണം നോക്കുന്നതിന്റെ ഇടയിൽ ഒരു ആഭരണമാണെങ്കിൽ താഴെ വീഴുന്നുമുണ്ട്. ശേഷം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാം കേട്ട് കഴിയുമ്പോൾ സത്യാമ്മ രാഘവൻ നായരോട് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്റെ മകനെ കള്ളനാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ മറവി കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, എന്റെ മകന്റെ ജീവിതമാണ് ഇല്ലാതാകുന്നതെന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ കരയുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ പോയാൽ ശരിയാകത്തില്ല, ഇപ്പൊ നമ്മൾ സ്വർണമായിട്ട് ചെന്നാൽ ചന്ദ്രബോസ് വീണ്ടും വിഷ്ണുവേട്ടനെ പ്രതിയാക്കത്തേ ഉള്ളെന്നൊക്കെ പറയുന്നു. തെളിവായിട്ട് കൂട്ടത്തേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. സത്യാമ്മ അപ്പോൾ പറയാണ്, പിന്നെ എന്റെ വിഷ്ണുവിനെ രക്ഷിക്കണ്ട എന്നാണോ പറയുന്നത്, രക്ഷിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു. വീണ്ടും സത്യാമ്മയാണെങ്കിൽ രാഘവേട്ടനെ കുറ്റം പറയുകയാണ്. ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ശാലിനി അപ്പോൾ സത്യാമ്മയോട് പറയുന്നുണ്ട്, അച്ഛൻ അറിയാതെ ചെയ്തു പോയതല്ലേ, അസുഖം കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നു. സത്യാമ്മ സങ്കടത്തോടെ അവിടെ നിന്നും പോവുകയാണ്. രാഘവൻ നായർ ശാലിനിയോട് പറയുന്നുണ്ട്, ഞാൻ എന്താണ് മോളെ ചെയ്യേണ്ടത്, ഞാൻ വേണമെങ്കിൽ പോലീസിൽ കീഴടങ്ങാമെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, എന്തെങ്കിലും ഒരു വഴി നമുക്ക് നോക്കാമെന്നൊക്കെ പറയാണ്. വിഷ്ണുവിന്റെ അച്ഛൻ എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ശാലിനി അങ്ങനെയൊന്നും പറയില്ലെന്നൊക്കെ പറയുന്നു. ശാലിനി അച്ഛനോട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടനെ നമുക്ക് രക്ഷിക്കാമെന്നൊക്കെ. സത്യാമ്മ അങ്ങനെ പെരുമാറിയത് സത്യാമ്മയുടെ സിറ്റുവേഷൻ കൊണ്ടാണെന്നൊക്കെ പറയുന്നു. ശാലിനി അച്ഛനോട് സംസാരിക്കുന്നതൊക്കെ സത്യാമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശാലിനി പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെയും അച്ഛൻ്റെയും മുന്നിൽ സത്യാമ്മ അപമാനിക്കപ്പെട്ടില്ലേ, അതുമാത്രമല്ല ചന്ദ്രബോസും ഒരുപാട് അപമാനിച്ചില്ലേ, അതെല്ലാം കൊണ്ടാണ് അച്ഛനോട് സത്യാമ്മ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറയുന്നു. സത്യാമ്മ എല്ലാം കൊണ്ടും ഒരുപാട് തകർന്നിരിക്കുകയല്ല, ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അതും നേരത്തെ ചെയ്ത പുണ്യപ്രവൃത്തി കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു. ശാലിനി അച്ഛനോട് പറയുന്നതെല്ലാം കേട്ടിട്ട് സത്യാമ്മയ്ക്കും കണ്ണു നിറയുന്നുണ്ട്. ശാലിനി അച്ഛനോട് പറയുന്നുണ്ട്, ഈ പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കാമെന്ന്, അച്ഛൻ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് സ്വർണം മോഷണം പോയ പെൺകുട്ടിയെ കല്യാണത്തിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുട്ടിയുടെ അമ്മാവൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ റെഡിയായില്ലേ, മോളുടെ അച്ഛൻ എന്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു, സ്വർണത്തിന്റെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ ആണെന്നൊക്കെ പറയാണ്. പെട്ടെന്ന് തന്നെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കവറിങ് ആഭരണവുമായിട്ട് വന്നതാണ്, ഇത് മോളെ അണിയിക്കാൻ എന്ന് പറയുന്നു. ചെറുക്കൻ്റെ അമ്മയാണെങ്കിലും കുറച്ച് പ്രശ്നക്കാരിയല്ലേ, അതുകൊണ്ട് തൽക്കാലം കഴുത്തിലും കാതിലുമൊക്കെ ആഭരണങ്ങളൊക്കെ ഉള്ളതുപോലെ ഇരിക്കട്ടെ എന്നൊക്കെ പറയാണ്. സ്വർണം തിരിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ, അന്നേരം കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നു. കല്യാണം മുടങ്ങാതിരിക്കാൻ ഇതേ വഴിയുള്ളെന്നൊക്കെ പറയുന്നു. പെൺകുട്ടി അപ്പോൾ പറയുന്നുണ്ട്, ഇതിന്റെ ആവശ്യമില്ലെന്ന്, എന്റെ കഴുത്തിൽ സ്വർണം ഇല്ലെങ്കിലും എന്നെ കെട്ടാൻ പോകുന്ന ആൾക്ക് പ്രശ്നമില്ല, അതെനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് അച്ഛൻ പേടിക്കണ്ട എന്നൊക്കെ പറയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.